ഫേക്ക് കേസ് വന്നായിരുന്നു എൻ്റെ പേരിൽ. അപ്പം ഞാൻ ആ സമയം ദുബായിലാണ്. ആ സമയത്ത് ആക്സിഡൻ്റലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഓസ്ട്രേലിയയിലുള്ള സുഹൃത്ത് ലാൽ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ വിളിക്കുകയും നമുക്കിങ്ങനൊരു സാധനം ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നമ്മളിപ്പോൾ ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നോക്കി. അങ്ങനെ ഒരു 6 months കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണിത്. വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടേതായ ഒരു ബ്ലെൻഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള, കാരണം നമ്മളിവിടെ പലരും കഴിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്സ്റ്റാൻഡേർഡ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം പലർക്കും ഈ ലിവർ സിറോസിസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സ്പിരിറ്റ് കൊണ്ട് മദ്യം ഉണ്ടാക്കുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ പൈസയ്ക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അയാളുടെ ബഡ്ജറ്റിന് അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെറിയ പൈസയ്ക്ക് നല്ല ഡ്രിങ്ക് കൊടുക്കണം അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അല്ലാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇപ്പോൾ 70 ABV ഇറക്കുന്നത് ആൾക്കാർ കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാരണ 40 ആണ്. അപ്പോൾ നമ്മൾ എത്ര ഒരു 4 അടിക്കുന്നതിന് മുന്നേ ഇത് 1 അടിച്ചാൽ മതി. അങ്ങനെ. അപ്പം അവൻ്റെ എല്ലാം ഓക്കെയാണ്. ആവശ്യത്തിനധികം അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ആരോഗ്യം വളരെ നല്ലതായിരിക്കുകയും ചെയ്യും. അത് മാക്സിമം ഡൈലൂട്ട് ചെയ്ത് കഴിച്ചാൽ തന്നെ അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അല്ലാതെ റിഫോർമേഷൻ പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ കുഞ്ഞു മാർജിനിൽ ചെയ്യുന്നൊരു. ബട്ട് ഇതൊക്കെ ഇങ്ങനെയാണ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാ? എങ്ങനെ പഠിച്ചത്? അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇത് മേടിച്ച് എനിക്ക് ആദ്യം ഇതിൻ്റെ മദ്യത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. കുടിച്ചു നോക്കുമ്പം ഭയങ്കര കയ്പും ഇതെങ്ങനെ ആൾക്കാർ കുടിക്കുന്നു എന്നുള്ളതൊക്കെ ആദ്യം കുടിക്കുമ്പോൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡായിരുന്നു ജാക്ക് ഡാനിയൽസ് എന്ന് പറയുന്നത്. പുള്ളി കഴിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് അപ്പോഴൊന്നും എനിക്കിതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. കാരണം എൻ്റെ ഫാദർ ലിവർ സിറോസിസ് ഒന്ന് മരിച്ച ആളാണ്. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആളല്ല. അൺഫോർച്ചുനേറ്റ്ലി ന്യൂമോണിയ വന്നപ്പം ലിവർ അഫക്റ്റ് ചെയ്ത് മരിച്ച ആളാണ്. അപ്പോൾ ഹെൽത്തി ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ മദ്യത്തോട് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. സത്യം ഭയങ്കരമായ ദേഷ്യമുള്ള ആളായിരുന്നു. അപ്പം ഞാൻ ഏരീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് രാജ്യങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോഴൊക്കെ പലയിടത്തും നമ്മളിത് കഴിക്കേണ്ടി വന്നു, ടേസ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ അത് ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ബ്ലഡ് കിടക്കുമല്ലേ, അച്ഛൻ നല്ല അടിക്കാരനാണല്ലോ, അപ്പോൾ പിന്നെ മകൻ ഓഫ് കോഴ്സ് അങ്ങനെ ആവുമല്ലോ. അപ്പോൾ അത് ബ്ലഡിലുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞ വെച്ച പോലെ തന്നെ ഞാനും അതിനെ ഏറ്റെടുത്തു. പിന്നെ JD കൊണ്ടുവന്ന് എനിക്ക് ആദ്യം അതിൻ്റെ കുറച്ചൊരു ചാർക്കോൾ ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഹണി ചേർത്തു, കുറച്ച് ലൈം ചേർത്തു, കുറച്ച് വെള്ളം ചേർത്തു. അത് കഴിച്ചപ്പം ഭയങ്കര സക്സസ് ആയി. ആ കോമ്പിനേഷനിൽ നിന്ന് ജാക്ക് ഡാനിയൽ ഹണി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരെ ഇറക്കി. അങ്ങനെ ഒരു വലിയ സംഭവം. എൻ്റെ ഒരു മിക്സിങ്ങിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ലിക്കർ കമ്പനി ഒരു പുതിയ ഡ്രിങ്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കൊണ്ടുവന്നുകൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഒരു മലയാളിക്ക് എന്തുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കൂടെ പല ചിന്തകളിലൂടെ ആണ് ഇതുപോലുള്ള മിക്സിങ്ങും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. എൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. എന്താ പറയുക, നമ്മളുടെ ഒരു ഓൺ ബ്രാൻഡ് വരണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരണക്കാരനായി. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിങ്ങനെ ചെയ്ത് എടുത്ത് നമ്മളിത് ആ മാർക്കറ്റിൽ ദുബായിൽ യുണീസെറ്റിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഈ ഇരിക്കുന്ന ഇന്നേ ദിവസം മുതൽ ഡേ ഇത് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് നമ്മുടെ അടുത്ത് വിചാരിക്കുന്നത്. ഞാൻ ഭയങ്കര ഓസ്പീഷ്യസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മളത് അവിടെ മാർക്കറ്റിൽ എൻ്ററായി. ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കട്ടെ, അല്ല സോഫ്റ്റ് പോൺ അങ്ങനത്തെ ചെയ്യുന്ന കുട്ടികൾ, റീൽസ് ചെയ്യുന്ന കുട്ടികളുടെ ഒപ്പം നിങ്ങൾ എന്താണ് റീൽസ് എതുക്കാകെ റീൽസ് ചെയ്യുന്നത്? സോഫ്റ്റ് ഫോണല്ല, ഞാനിപ്പം സണ്ണി ലിയോണിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരൊരു സ്ത്രീയായിട്ട് കാണുന്നുണ്ട്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ചുരുക്കം ചില സ്ത്രീകളിൽ 10 പേര് പറഞ്ഞാൽ അതിൽ ഷക്കീലമ്മയുടെ പേരുണ്ട്. അപ്പം നമ്മൾ ആസ് എ വുമൺ നമ്മൾ അവരെ കാണുന്നത് ഓരോരുടെ കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന അവരെല്ലാവരും എന്താ പറയുക, അത് എനിക്ക് അവരുമായിട്ട് ഒരു വളരെ ഇമോഷണൽ ബാഗേജ് ഉള്ള ആൾക്കാരാണ്. ഇപ്പം അമ്മയുടെ അടുത്ത് എനിക്ക് ഇമോഷണലി അടുപ്പമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലായിടത്തും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പോഴും എത്രയോ എനിക്കൊന്നൊരു 100+ മോഡൽസുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും എല്ലാവരുമായിട്ട് വളരെ സ്നേഹമാണ്. അപ്പോൾ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളവരെ കൺസിഡർ ചെയ്യുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയല്ല. അങ്ങനെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഇഷ്ടം മനസ്സിലായി എനിക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ആ ഒരു ഇഷ്ടം തിരിച്ചും നമ്മൾ
ഡെഫിനറ്റ്ലി യെസ്. ഇഫ് യു റെസ്പെക്ട് മീ ഐ എം ഗോയിങ് ടു റെസ്പെക്ട് യു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഈ ബാഡ് കമൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ഈ ബാഡ് ഇപ്പോൾ ഇപ്പോൾ ഞാനും നീയും കൂടെ നമ്മ ചോട്ടാ മുംബൈ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അതിൽ ബാഡ് കമൻറ്റ്സ് ഞാൻ കണ്ടില്ല. ഈ കുട്ടികളുടെ ഒപ്പം ചെയ്യുമ്പോൾ കുറേ ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് എങ്ങനെയാ? ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ മാഡത്തിൻ്റെ അടുത്ത് പറയാം. ഒരു 6 months മുമ്പ് എനിക്ക് ഒരു ഷീസ് ആൻ സോഫ്റ്റ് പോൺ എന്ന് പറയണ്ടേ, പോൺ ആക്ട്രസ് ആണ്. നല്ല ആക്ട്രസ് ആയിരുന്നു. പുള്ളിക്കാരി ലൈഫിൽ ആരൊക്കെയോ ചതിച്ചുകൊണ്ട് ഒരു പോൺ ആക്ട്രസ് ആക്കിയത്, ലാവണ്യ മാണിക്യം എന്ന് പറഞ്ഞിട്ട്. ഷീ ഹാഡ് മെസ്സേജ് മീ, എൻ്റെ കൂടെ ഒരു റീൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം അതിന് 6 മാസം എടുത്ത റീൽ ചെയ്യാൻ നമ്മൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് പുള്ളിക്കാരി ഒരു ഫംഗ്ഷന് വരുന്നു, എന്നെ വിളിച്ചു, ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പോയി ചെയ്തു. ഞാനൊരു പക്ഷേ കണ്ടതിൽ ഏറ്റവും ബാഡ് കമൻറ്റ്സ് വന്ന വീഡിയോ ലാവണ്യ മാണിക്യമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈയിടെ കണ്ടതിൽ. കാരണം അവരൊരു ഹാർഡ് കോർ പോൺ ആക്ട്രസ്. പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അവർ സച്ച് എ നൈസ് പേഴ്സൺ, സച്ച് എ ജെൻറ്റിൽ വുമൺ. എന്തൊരു നല്ലൊരു സ്ത്രീയാണ് അവർ. ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവർ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അവരൊരു ബോയ് ഫ്രണ്ട് ചതിച്ചു, അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാര്യം എനിക്ക് വിഷമം തോന്നുന്നു. കാരണം എന്നോട് അവർ പറയുമ്പോൾ അവർ ലിറ്ററലി ഷീസ് ക്രൈ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മോഡലൊക്കെ നമ്മളടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തിട്ട് എൻ്റെ കാലൊക്കെ തൊട്ട്. ഞാൻ വെച്ചാൽ എന്ത് നീ അപ്പോൾ ഇല്ല ചേട്ടാ, ഞാൻ കുറേ പേരുമായിട്ട് ഷൂട്ടെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരാരുമായിട്ട് റീലൊന്നും ചെയ്തിട്ടില്ല. അവർ ആക്ട്രസ് ആണല്ലോ. അപ്പം സച്ച് എ വേ യു ആർ ട്രീറ്റിംഗ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ റെസ്പെക്ട് യു ഗേവ് ഹർ. അത് എനിക്കറിഞ്ഞു. അവർ ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണലായി. എനിക്കിപ്പോഴും അവരുടെ മുഖം ഓർമ്മയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് അവർ കരഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ എന്തെങ്കിലും പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോസിൽ എന്നെ കൂടെ ആഡ് ചെയ്യാമോ? ഞാൻ ദെൻ ഒരു 1-2 വീഡിയോസിൽ അവർ ആഡ് ചെയ്തു. ഭയങ്കര ആ ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അവർ അതിൻ്റെ അകത്ത് ഈ വരുന്ന 100 കമൻറ്റ്സ് എടുത്താൽ മേ ബി ഒരു 50% നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. എബോവ് 50 ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറയുന്ന കുറേ ഒരു 40% പറയുന്നവരിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആസ് എ വുമൺ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവരെന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ അഭിനയിക്കാൻ പോകേണ്ടി വന്നു? ആരാണ് അങ്ങനെ ജനിക്കുന്നത്? ആരെങ്കിലും ഒരു പോൺ ആക്ട്രസ് ആയിട്ട് ആരും ജനിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ ഒരു വലിയ ഇൻസിഡൻറ്റ്, അവർ സൂയിസൈഡിലേക്ക് പോയി. അവർ 6 മാസം ഹോസ്പിറ്റലിൽ കോമയിൽ കിടന്നു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ ഔട്ടാവുന്നു. പിന്നെ ഒരു ഫിലിമിൽ അവർ അഭിനയിക്കാൻ പോകുന്നു. പിന്നെ അത് റിലീസ് ആകുമ്പോഴാണ് അറിയുന്നത് പോൺ മൂവിയാണെന്ന്. പിന്നെ അവരങ്ങനെ അങ്ങായി അവർ മൂവിയിലോട്ട് അങ്ങ് ഇതായി. അത് ഭയങ്കര അത് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടി. എനിക്ക് ഷീസ് 23 or 24 years. ഭയങ്കര വിഷമമാണ് ഞാൻ ഈയിടെ കണ്ടതിൽ. എന്നെ ഭയങ്കര ഇമോഷണലി ഒരുപാട് ഡ്രാഗ് ചെയ്ത ഒരു ഭയങ്കര സാധനമാണ്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എൻ്റെ ലൈഫിൽ. കാരണം അവർ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് അത്ര ഇമോഷണലായിട്ട് സംസാരിച്ചിട്ടാണ് പോയത്. അതൊരു ഒരിക്കലും മറക്കാൻ. അവർ ചെന്നൈ ബേസ്ഡ് ആണ്. അവരുടെ മൂവീസ് എല്ലാം കൂടുതൽ ഷൂട്ടിങ് ചെന്നൈയാണ്. അവർ മറ്റേ ഇതാണല്ലോ, മറ്റേ വെബ് സീരീസ് പോലെയാണല്ലോ ഇപ്പം മൂവീസ്. OTT-യിലാണല്ലോ മൂവീസ് വരുന്നത്. OTT അവരുടെ സ്വന്തം OTT ആണ് അവർ ചെയ്യുന്നത്. നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കാണുന്നത് കൺസിഡർ ഹെർ ആസ് എ പോൺ ആക്ട്രസ് എന്നാണ്. പക്ഷേ ഐ കൺസിഡർ ഹെർ ആസ് എ ജെൻറ്റിൽ വുമൺ, സച്ച് എ നൈസ് വുമൺ. ഭയങ്കര നല്ല സ്ത്രീയായിട്ട് ഞാൻ റെസ്പെക്ട്ഫുള്ളി പറയുന്നു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇവിടെ എല്ലാവരും ലേഡീസിനെടുത്താൽ they give us one name, one tag, or one, chapa for us. She's a porn artist, she's a soft porn movie artist. അപ്പോൾ എങ്ങളുടെ ഒപ്പം നടിക്കുന്ന ആക്ടർ എന്താ പറയണം? മാം, അത് തന്നെയാണ് എൻ്റെയും ചോദ്യം. ഇപ്പോൾ അവർ മാത്രം പോൺ ആക്ട്രസ് ആയിട്ട് പറയുന്നു, പക്ഷേ അവരെ കൂടെ അഭിനയിക്കുന്ന ആണുങ്ങൾ ആക്ടർ, വെറും ആക്ടർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേഴ്സണലി എൻ്റെ കൂടെ വീഡിയോ ചെയ്ത പല മോഡൽസും എന്നോട് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്.